ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എൻ്റെ മുടിയുടെ കാര്യം നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ മുടി ഭയങ്കര എന്താ പറയുക, ചുരുണ്ട് വന്നു തുടങ്ങി. അതായത് നമ്മളുടെ സ്മൂത്ത് ആൻഡ് ഹെയർ ആയിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ്ലി പോയി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് വന്നാട്ടോ. ഇപ്പം ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലായിട്ട് സൂക്കിയില്ലേ, മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു സൂക്കിയെ പറ്റിയിട്ട്. അപ്പം ഇവിടെ ഇപ്പോൾ ഓഫറുണ്ട്. അതായത് എനി ലെങ്ത് സ്മൂത്തനിങ് 5000 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവർക്ക് കാക്കനാടും കലൂരും ഉണ്ട് ഔട്ട്ലെറ്റ്. അപ്പോൾ എനിക്ക് അടുത്ത് കലൂരായതുകൊണ്ട് ഞാൻ നേരെ കലൂർക്ക് വന്നേക്കാട്ടോ. ഇനി അകത്ത് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അകത്തേക്ക് പോട്ടെ കേട്ടോ. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ആക്ച്വലി 4:30 എൻ്റെ അപ്പോയിൻമെൻറ്റ്. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ 5 മണിയായിട്ടോ. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഈ ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സൂക്കിയിൽ വരുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ ഹെയർ വാഷ് കഴിഞ്ഞിട്ടോ. ഇനി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അംഗം. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 4th ടൈമാണ് കേട്ടോ എൻ്റെ ഷൂ. ഞാൻ ചെയ്യണില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അറ്റ് ലാസ്റ്റ് വീണ്ടും ഞാൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു കേട്ടോ. നമ്മൾ സ്മൂത്ത് ചെയ്യാൻ പോവാണ്. ഞാൻ അധികം ഒന്നും കുറച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്തേ ഉള്ളൂ. കാരണം നിങ്ങൾക്കറിയാലോ, കുറേ പ്രാവശ്യം ഞാൻ മുടി വെട്ടി കംപ്ലീറ്റ്ലി ഒന്ന് ഡാമേജ് ആയായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ആദ്യം വെട്ടി, പിന്നെ മുടി വളർന്നുണ്ടായിരുന്നില്ല, പിന്നെ വേറൊരു സ്ഥലത്ത് വെട്ടി, അവിടെ ചെന്നപ്പോഴേക്കും അത് ഫ്ലോപ്പായി. അങ്ങനെ എൻ്റെ മുടി ഇപ്പോൾ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം പിന്നെ വളരുന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ പിന്നെ ലാസ്റ്റ് ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ടാണ് വെട്ടിച്ചത്. അപ്പോഴാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വളർന്നു തുടങ്ങി കേട്ടോ. നേരത്തെ മുടി അങ്ങനെ ഉണ്ടായിരുന്നില്ല, വെട്ടി അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു. എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ട്, ഡാൻഡ്രഫും ഉണ്ട്. ഡാൻഡ്രഫ് പക്ഷേ ഞാൻ മാറ്റുന്തോറും കൂടിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ ഒരു ക്ലൈമറ്റ്, അതായത് പെട്ടെന്ന് സ്വെറ്റ് ആവുന്നു, അതിനുശേഷം ഭയങ്കര ഇപ്പോഴത്തെ ചൂട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഡാൻഡ്രഫ് വരും കേട്ടോ. എനിക്ക് പലർക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഇരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് പൊതുവെ എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സ്കാൽപ്പ് വരാറുണ്ട് കേട്ടോ. ഞാൻ എത്ര ഓയിൽ യൂസ് ചെയ്താലും ഒന്നും എന്താ പറയുക, ഓയിലെല്ലാം കുടിച്ചെടുക്കും എൻ്റെ സ്കാൽപ്പ്. ഞാൻ പൊതുവെ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ചെയ്യേണ്ടെന്നുണ്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ചെയ്യേണ്ടാത്ത കാരണം ഞാൻ വീണ്ടും ഇതിനു വേണ്ടി വീണ്ടും ഞാൻ ടൈമും മണിയും എല്ലാം സ്പെൻഡ് ചെയ്യണ്ടേ. ഏതോ ഒരു ടൈമിൽ ആക്രാന്ത് കൂടെ ചെയ്തതാണ് സ്മൂത്തനിങ്. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോകുന്ന പോലെ കേട്ടോ. അതായത് ഇപ്പം ഞാൻ നമുക്ക് എന്തായാലും അറ്റ് ലാസ്റ്റ് നല്ല ഗുഡ് ലുക്കിംഗ് ആണല്ലോ വേണ്ടത്. എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ഹെയർ ഭയങ്കര ബോറായിരുന്നു. കാരണം ഒരു കാശിനും ഉള്ളില്ലായിരുന്നു. വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും എനിക്ക് തന്നെ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ് ഹെയർ ക്രീം അപ്ലൈ ചെയ്തു. എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇനി ഞാൻ പോസ്റ്റാണ്, കുറേ നേരം പോസ്റ്റായിട്ട്. ഇത് ആക്ച്വലി എത്രയോ മിനിറ്റ് ഇരിക്കണം തോന്നുന്നു ഈ ഒരു ക്രീം ഇട്ടിട്ട്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ പ്രോസസ്സൊക്കെ മറന്നു കേട്ടോ.
ഇനി കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇനി ഹെയർ വാഷാണെന്ന് തോന്നുന്നത്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞു കണ്ടോ. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്രീം ഇട്ടിട്ട് ഇപ്പോൾ ഒരു 5 to 10 minutes ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണടഞ്ഞു പോകട്ടെ. ഉറക്കം വന്നിട്ട് വരിക. ഭയങ്കര ഉറക്കം ചെയ്യണം. അയ്യോ, ഉറങ്ങി പോവാതിരുന്നാൽ മതിയായിരുന്നു. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്രീം കൂടെ കേട്ടോ. ആക്ച്വലി എനിക്ക് സ്മൂത്തനിങ്ങിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ആ ഒരു സ്ട്രെയിറ്റിങ് പ്രോസസ്സാണ്. എത്ര നേരം എടുക്കണം, കുറേശ്ശെ എടുത്തിട്ട് ചെയ്യാം. എനിക്ക് ആ ടൈമാകുമ്പോൾ നല്ല രീതിയിൽ ഉറക്കം വരും. അത് കഴിഞ്ഞിട്ട് ഇത് ക്രീം പരത്തി ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കണ്ടേ നോക്കും. 10 മിനിറ്റ് ഇരിച്ച് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ കണ്ണൊക്കെ കണ്ട ചുമന്ന് എനിക്ക് ഉറക്കം വന്ന് രക്ഷയില്ല. തളർന്നു അത്രയ്ക്ക് ഉറക്കം ക്ഷീണം. അയ്യോ, ഈ ഇരിപ്പാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. ബാക്കി എല്ലാം ഓക്കെയാണ്. പക്ഷേ ആ സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 hour എങ്കിലും, മോർ ദാൻ 1 hour എങ്കിലും ആ ഒരു സ്ട്രെയിറ്റനിങ് പ്രോസസ്സിൽ പോകും കേട്ടോ. ബാക്കിയൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. പക്ഷേ ആ ഒരു സ്ട്രെയിറ്റൻ ചെയ്യുന്ന ടൈം അയ്യോ ഒന്നും പറയാനില്ല. ലാസ്റ്റ് ഹെയർ വാഷ് ആയിരുന്നു. ഇനിയിപ്പോൾ ഫുൾ ഒന്ന് ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ സ്മൂത്തൻഡ് ആകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്രയോ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ പഴയ മുടിയിലേക്ക്, പഴയ മുടിയല്ല, സ്മൂത്ത് ആൻഡ് ഹെയറിലേക്ക് വന്നിക്കാണ്. ഐ എം സോ ഹാപ്പി. ഇത് മെയിൻറ്റെയിൻ ചെയ്യലാണ് ഏറ്റവും വലിയ പാട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇനി എന്തായാലും ഞാൻ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. എല്ലാം വയ്യ. എന്തായാലും ഞാൻ ഇനി കുളിച്ച് കയറാമല്ലേ. അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ബാക്കി പേയ്മെൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനെ തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. അതുപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇനി ഇത് മാറുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ, ടാറ്റാ.